ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ആകെ 19 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. LDF, UDF, BJP, ആം ആദ്മി, SDPI, SUCI എന്നീ പാർട്ടികളും സ്വതന്ത്രരും ഡമ്മി സ്ഥാനാർത്ഥികളും ഉൾപ്പെടെയാണ് ഇത്രയും നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചത്. 232 ബൂത്തുകളാണ് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലുള്ളത്. പോളിംഗുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കായി പരിശീലന ക്ലാസ് ഈ മാസം 27-28 തീയതികളിൽ മമ്മിയൂർ LF കോളേജിൽ നടക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സജ്ജീകരിച്ചതായി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ തഹസിൽദാർ TR സംഗീത് പറഞ്ഞു. നമ്മളിപ്പോൾ 2 ദിവസമായിട്ടാണ് നോമിനേഷൻ സ്വീകരിക്കുന്ന നടപടികൾ തുടങ്ങിയത്. അതിൽ 21-ാം തീയതി നമ്മൾക്ക് 7 നോമിനേഷനുകളും ഇന്ന് 23-ാം തീയതി നമ്മൾക്ക് 12 നോമിനേഷനുകൾ ലഭിച്ചിട്ടുള്ളത്. അതിൽ LDFിൻ്റെ 4 ഡമ്മി ഉൾപ്പെടെ 7 നോമിനേഷനുകളും, UDFിൻ്റെ ഡമ്മി ഉൾപ്പെടെ 3 നോമിനേഷനുകളും, BJPയുടെ ഡമ്മി ഉൾപ്പെടെ 3 നോമിനേഷനുകളും, AAPയുടെ 2 നോമിനേഷനുകളും, STPയുടെ 2 നോമിനേഷനുകളും, SUCIയുടെ 2 നോമിനേഷൻ നമുക്ക് ഇതിൽ ലഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ പോളിംഗ് സാധനങ്ങളുടെ വിതരണം MR രാമൻ മെമ്മോറിയൽ ഹൈസ്കൂളിൽ വെച്ച് 8-ാം തീയതി രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്നത് അന്നേ ദിവസം പോളിംഗ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവിടെ വോട്ട് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റേഷൻ സെന്റർ സൗകര്യം ഒരുക്കിയിട്ടുള്ളതാണ്. ഗുരുവായൂർ മണ്ഡലത്തിന്റെ ഇലക്ഷൻ നടത്തുന്നതിന് താലൂക്ക് ടീം പൂർണ്ണ സജ്ജമാണെന്നുള്ള വിവരം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്.